ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് അടുത്ത ആഗ്രയിലേക്ക് പോവുകയാണ്. ഒബ്വിയസ്ലി താജ്മഹൽ കാണാൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഒരു ട്രെയിൻ കയറി പോവുകയാണ്. രാത്രി 7 മണിക്കാണ് ഇവിടെ നിന്ന് ട്രെയിൻ എടുക്കുന്നത്. ഒരു 9-9:30 മണിയോടുകൂടി നമ്മൾ ആഗ്രയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം താജ്മഹലിൻ്റെ നൈറ്റ് വ്യൂ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. താജ്മഹലിനുള്ളിലേക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ സ്ട്രീറ്റ്സും അതിന് പുറത്തോട്ടൊക്കെ കയറാൻ പറ്റും. കാര്യം ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത് താജ്മഹലിൻ്റെ കോംപ്ലക്സിൻ്റെ തൊട്ട് പുറത്തുള്ള സ്ഥലമാണ്. അതായത് താജ്മഹൽ കോംപ്ലക്സിൽ തന്നെയാണ് ആ ഹോട്ടലുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ആക്സസ് കിട്ടും രാത്രി. അങ്ങനെ ഞങ്ങൾ ആഗ്രയിലെത്തി. റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനൊക്കെ അത്യാവശ്യം നീറ്റാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ടൈഡിയാണ്. രാത്രി നിങ്ങൾ ഇതുപോലെ താജ്മഹലിൻ്റെ പരിസരത്ത് എത്തിക്കഴിഞ്ഞാൽ, അതായത് ആഗ്രയിൽ എത്തിക്കഴിഞ്ഞാൽ താജ്മഹലിലേക്ക് പോകാനായിട്ട് ഉറപ്പായിട്ട് ഒരു ഊബർ വിളിച്ച് പോവുക. ഇപ്പോൾ ഓട്ടോയിലോ അല്ലെങ്കിൽ ടാക്സി വിളിച്ചോ പോകാനായിട്ടാണെങ്കിൽ നല്ല ചാർജ് അവർ വാങ്ങും രാത്രി ആയതുകൊണ്ട് തന്നെ. ഇതിപ്പോൾ നമ്മളൊരു ഊബറിന് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഒരു ഊബർ ബുക്ക് ചെയ്ത സമയത്ത് 140 രൂപ മാത്രമാണ് ആയത്. ഇവിടെ നിന്ന് താജ്മഹലിൻ്റെ കോംപ്ലക്സിനുള്ളിലെ ഗേറ്റിലാണ് നമുക്ക് പോകേണ്ടത്. ഈസ്റ്റേൺ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ നമ്മുടെ ഊബർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഊബറിൽ കയറി താജ്മഹലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6 കിലോമീറ്റർ മാത്രമേ അധികം ദൂരം വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം താജ്മഹലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് താജ്മഹൽ സ്ട്രീറ്റാണ്. അപ്പോൾ ഇതിന് ചുറ്റുമാണ്, ഇതിനുള്ളിലാണ് താജ്മഹൽ, അതിന് ചുറ്റുമുള്ള സ്ട്രീറ്റാണിത്. രാത്രി കാലങ്ങളിൽ പൊതുവേ ഇത് ക്ലോസ്ഡ് ആണ്. ഹോട്ടൽസൊക്കെ ഇതിന് പുറത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ കുറച്ച് ഹോട്ടൽസ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ നമ്മളത് നോക്കി തന്നെയാണ് ബുക്ക് ചെയ്തത്. കാര്യം നമുക്ക് രാത്രി ഈ സമയത്ത് ഈ സ്ട്രീറ്റിലൂടെ നടക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഹോട്ടൽ റൂം എടുത്താലേ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ പരിസരത്തൊന്നും തന്നെ ആരെയും കയറ്റി വിടില്ല രാത്രി. നമ്മൾ ഈ കയറുന്ന സ്ഥലത്ത് പോലീസിൻ്റെ ഒരു കാവലുണ്ട്. അപ്പോൾ അവർ ചോദിക്കും എന്തിനാണ് നമ്മളിപ്പോൾ ഈ രാത്രി ഇവിടെ വന്നതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഹോട്ടൽ ഇതിനകത്താണ്, ഹോട്ടൽ ഷീലയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഹോട്ടൽ ഷീല ഇതിനകത്താണ്, അതുകൊണ്ട് നമുക്ക് ഇതിലൂടെ നടക്കാൻ പറ്റും. രാവിലെ എൻറ്റയർലി ഡിഫറെൻറ്റ് വ്യൂ ആയിരിക്കും ഇവിടെ. അപ്പോൾ രാത്രി താജ്മഹലിൻ്റെ പരിസരത്തൂടെ നടക്കാൻ പറ്റിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ സ്ട്രീറ്റൊക്കെ രാത്രി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല, ഇതാണ് താജ്മഹലിൻ്റെ ഈസ്റ്റ് ഗേറ്റ്. നമ്മൾ രാവിലെ ഇതിനുള്ളിൽ കയറുന്നത് ഈ വഴിക്കാണ്. അപ്പോൾ രാത്രി പൊതുവേ ആരും സെക്യൂരിറ്റിയോ വേറെ ഒന്നും ഇതിനകത്തില്ല. കടകളിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇതിനകത്തില്ല. നമ്മൾ 4 പേര് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി ഇപ്പോൾ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് താജ്മഹലിനുള്ളിലേക്ക് കയറാൻ പറ്റും രാത്രി, പക്ഷേ നമുക്കിപ്പോൾ പറ്റില്ല. ഫുൾ മൂണിൻ്റെ സമയത്ത്, ഫുൾ മൂണിൻ്റെ അന്നും അതിന് 2 ദിവസം മുന്നേയും ഫുൾ മൂൺ കഴിഞ്ഞിട്ട് 2 ദിവസവും, അങ്ങനെ 5 ദിവസം മാത്രമേ നമുക്ക് താജ്മഹലിനുള്ളിലേക്ക് രാത്രി കയറാൻ പറ്റൂ. അന്ന് താജ്മഹലിൻ്റെ ക്ലോസിംഗ് ടൈം 12:30 വരെ ആയിരിക്കും. പക്ഷേ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കയറ്റുള്ളൂ. ഓരോ അരമണിക്കൂറിലും 30 പേരെ വെച്ച് മാത്രമേ കയറ്റുള്ളൂ. അതും ടിക്കറ്റ് നിരക്ക് വന്നിട്ട് ഒരാൾക്ക് 250 രൂപ വെച്ചാണ്. അപ്പോൾ അങ്ങനെ അകത്ത് കയറാൻ പറ്റും. നേരത്തെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. താജ്മഹലിൻ്റെ ഇത്രയും ദൂരമേ ഉള്ളൂ ഹോട്ടൽ ഷീല. അപ്പോൾ നമ്മൾ അകത്ത് കയറി ചെക്ക് ഇൻ ചെയ്തു. ഒരു റൂമിന് 1200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ 2 റൂം എടുക്കേണ്ടി വന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമിൽ മാക്സിമം 3 പേര് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 റൂം എടുത്തു. അങ്ങനെ 2400 രൂപയായി. അപ്പോൾ അതിലൊരു ഡിസ്കൗണ്ട് അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു റൂം അത്യാവശ്യം വലിയ റൂമാണ്, നല്ല ഇത് കുഞ്ഞു റൂമാണ്. വേറൊരു റൂം അത്യാവശ്യം വലിയ AC റൂം ആണ് തന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് അടുത്ത് താജ്മഹലിലേക്ക്. കൊള്ളാം, രാവിലെ നല്ല തണുപ്പ്. ഇത് നമ്മളെ റൂമാണ്. ഹോട്ടൽ റൂമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് നേരെ ഇറങ്ങുകയാണ് താജ്മഹലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ നന്നായിട്ടൊരു വ്യൂ ആണ് ഹോട്ടലിൽ ശരിക്കും ഉള്ളത്. നല്ല പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി കണ്ട സ്ട്രീറ്റ്. രാവിലെ 7 മണിയായപ്പോൾ തന്നെ ഏകദേശം സ്ട്രീറ്റൊക്കെ ലൈവായി തുടങ്ങി, കടകളൊക്കെ തുറന്നു. പിന്നെ അതുപോലെ തന്നെ വലിയ ബിസിയൊന്നും ആയിട്ടില്ല, എങ്കിലും കടകളെല്ലാം തുറന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ താജ്മഹൽ കാണാൻ ഫസ്റ്റ് ടൈം പോവുകയാണ്. വളരെ എക്സൈറ്റഡ് ആണ്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലെത്തി. ഈസ്റ്റേൺ ഗേറ്റിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. 50 രൂപയേ ഉള്ളൂ എൻട്രി ഫീ. അങ്ങനെ ടിക്കറ്റും വാങ്ങി നേരെ അകത്ത് പോയി.
താജ്മഹലിന് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് പോവുകയാണ്, അതായത് ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ഖബറുടെ ഉള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ, ടോംബുള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ അതിനകത്ത് ടിക്കറ്റ് എടുക്കാൻ പറ്റും. 250 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ്. അത് നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വഴി വേണം അകത്തേക്ക് പോകാനായിട്ട്. താജ്മഹലിൻ്റെ ഫോട്ടോസും ഹിസ്റ്ററിയൊക്കെ വിവരിച്ചുകൊണ്ടുള്ള ഓരോ ടാബ്ലറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ളത് കൊണ്ട് തന്നെ വളരെ 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 പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മോണുമെൻ്റാണ്. വളരെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു മോണുമെൻ്റാണ്. അപ്പോൾ ഇതിലെ ഫോട്ടോസ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പഴയ കാലത്തെ ബ്രിട്ടീഷ് കാലത്തെ ഫോട്ടോസാണ്. അന്ന് നിങ്ങൾ ഫോട്ടോസിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഈ താജ്മഹലിന് ചുറ്റുമുള്ള ഗാർഡൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ മരങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു വ്യൂ താജ്മഹൽ അന്ന് കിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ബ്രിട്ടീഷുകാരാണ് അതൊരു പുൽമൈതാനമാക്കി മാറ്റിയത്. മുഗൾസിൻ്റെ കാലത്ത് അത് വലിയ മരങ്ങളൊക്കെ നിറഞ്ഞൊരു മൈതാനമായിരുന്നു. പിന്നെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ പുൽമൈതാനമാക്കി മാറ്റി. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടുന്നത്. ഇതാണ് സെക്യൂരിറ്റി ചെക്ക്. വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മൊബൈൽ ഫോണൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഇലക്ട്രിക് ഗാഡ്ജറ്റുകളൊക്കെ അവരൊന്ന് ചെക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് മെയിൻ എൻട്രി. ഇവിടെ അടി കൊടുക്കുക, പോവുക. രാവിലെ വേണ്ട തിരക്കൊന്നുമില്ല, അങ്ങനെ പോവാണ്. ഏയ് മിന്നു, ഏയ് മമ്മൂട്ടി. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിഞ്ഞിട്ട് ഈസ്റ്റ് ഗേറ്റിലേക്ക് പോവുകയാണ്. ഈസ്റ്റ് ഗേറ്റ് വഴിയാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസ്റ്റ് ഗേറ്റ്. ഇതിലൂടെ നമുക്ക് പുറത്തോട്ട് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം വരവേൽക്കുന്നത് 2 ഐഡൻറ്റിക്കലായിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ട്രക്ചർ ഷാജഹാൻ ചക്രവർത്തിയുടെ മറ്റൊരു ഭാര്യയായ സിർഹിന്ദി ബീഗത്തിൻ്റെ ടോംബാണ്. അതിനകത്തൊരു ശവകുടീരമുണ്ട്. പക്ഷേ അത് പബ്ലിക്കിന് ഓപ്പൺ അല്ല, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ആക്ച്വലി ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഒരു വ്യൂ വരുന്നത്. താജ്മഹലിൻ്റെ ടോംബ് നമുക്ക് കാണാം. ഞാനെൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് താജ്മഹൽ കാണുന്നത്. അമേസിംഗ് ആയിട്ടുണ്ട്. മാസീവ് സ്ട്രക്ചർ, ഒന്നും പറയാനില്ല. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആർക്കിടെക്ചറൽ പീക്ക് കാണാൻ. അറബിസ്ക് പെയിൻറ്റിങ്, പീറ്റർ ഡുറ തുടങ്ങിയ വർക്കുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതായത് ഈ ഫ്ലോറൽ ഡിസൈൻസ് ആണ് പീറ്റർ ഡുറ എന്നറിയപ്പെടുന്നത്. അറബിസ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള കാലിഗ്രഫി, എഴുത്തിനെയാണ് പറയുന്നത്. അകത്ത് കാണുന്നതാണ് നമ്മുടെ താജ്മഹൽ. ഇതിനുള്ളിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ താജ്മഹൽ. സമയം രാവിലെ 7-7:15 ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഇവിടെ ഏകദേശം നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് വലിയ മൂടൽ മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട്, നമുക്ക് സ്മോഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് താജ്മഹൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ചില സമയത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താജ്മഹൽ കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്മോഗ് വരും. പൂക്കളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് ഒരു വ്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഈ പൂക്കളുടെ ഇടയിൽ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താജ്മഹലിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. ഫോട്ടോസിനൊക്കെ വളരെ ബെസ്റ്റായിട്ടൊരു ലൊക്കേഷനാണിത്. ഇങ്ങനൊരു വ്യൂ നമുക്ക് കിട്ടും. അതൊരു മൈൻഡ് ബ്ലോയിങ് വ്യൂ തന്നെയാണ്. താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ ശരിക്കും ചാർബാഗ സ്റ്റൈൽ ഓഫ് ഒരു ഗാർഡനാണ് ഉള്ളത്. അപ്പോൾ അതിന് നടുക്ക് ഒരു പോണ്ടുണ്ട്, 4 സൈഡിലോട്ടും വെള്ളം പോകാൻ കണക്കിനുള്ള. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താജ്മഹലിൻ്റെ ബ്യൂട്ടിഫുൾ റിഫ്ലക്ഷൻ കാണാം. ഇതുപോലെയുള്ള ഫോട്ടോസ് എടുക്കാം. എന്നെ ഒരു ഫോറിനർ, ഞാൻ അനിയത്തിയുടെ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ട് ഒരു ഫോറിനർ എന്നെ കൊണ്ട് അവരുടെ ഫോട്ടോ എടുപ്പിച്ചു. അതിഥി ദേവോ ഭവ എന്നാണല്ലോ, അതുകൊണ്ട് ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോയി. ഇത് നമ്മുടെ മിന്നു ഫോട്ടോ എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഈ പോണ്ട് ശരിക്കും പറഞ്ഞാൽ താജ്മഹലിൻ്റെ ഭംഗി ഇരട്ടിയാക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള റീലും കാര്യങ്ങളൊക്കെ എടുക്കാം, വെറുതെ ഒരു രസം.
ഇത് സൈഡിലുള്ള ഗാർഡനാണ്. അപ്പോൾ ഇത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കല്ലൊക്കെ പാകി 2 സൈഡിലും പൂക്കളൊക്കെ നന്നായിട്ട് വെട്ടി ഒതുക്കി. അങ്ങനെ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ളങ്ങ് മൂടൽ മഞ്ഞായി തുടങ്ങി. ഇപ്പോഴാണ് നമ്മൾ വന്നിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് താജ്മഹൽ നേരെ കാണാൻ പറ്റണമെന്നില്ല. അതിൻ്റെ സൈഡിലുള്ള മോസ്കും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ മഞ്ഞിലായിട്ടുണ്ട്. ഇത് താജ്മഹലിൻ്റെ ബാക്ക് സൈഡാണ്. ഈ ബാക്ക് സൈഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികം ക്രൗഡ് വരില്ല. ഇവിടെ നമുക്ക് ഇതുപോലെ ഓടിക്കളിക്കാം, വീഡിയോ എടുക്കാം, റീലെടുക്കാം. ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ ആകെ ഒരു 10-20 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ടിൽ 1000 പേരുണ്ടെങ്കിൽ ഇവിടെ ഒരു 20-30 പേര് മാത്രമേ ഉള്ളൂ. ഇതാണ് താജ്മഹലിൻ്റെ ബാക്ക് സൈഡ്. ഫ്രണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബാക്ക് സൈഡും. പിന്നെ ആ ഫ്രണ്ടിലുള്ള ആ പോണ്ട് വരില്ല എന്നേ ഉള്ളൂ. പോണ്ടും വെള്ളവും അതിൻ്റെ കാര്യങ്ങളൊന്നും വരില്ല എന്നേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് താജ്മഹലിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഡാൻസോ റീലോ എന്ത് വേണോ എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ താജ്മഹൽ വരാൻ പ്ലാൻ ഉണ്ട്, അതുപോലെ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നേരെ പുറകിൽ വരിക. പുറകിൽ ആവശ്യം പോലെ സ്ഥലമുണ്ട്. താജ്മഹൽ ചുറ്റി നടന്നതിന് ശേഷം നമുക്ക് അകത്ത് കയറി ഒന്ന് ചുറ്റാം, നോക്കാം. അങ്ങനെ താജ്മഹലിൽ ആദ്യമായിട്ട് തൊടാൻ പോവാണ്. ഇതിവിടുത്തെ മോസ്കാണ്. 12 മണി മുതൽ 2 മണി വരെ ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ, അകത്ത് കയറാനൊക്കെ പറ്റൂ. ഇപ്പോൾ എന്തായാലും പറ്റില്ല. ഈ സൈഡിൽ ഭയങ്കര മഞ്ഞും പുകയും എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുകയാണ്. നമ്മൾ വന്ന സമയം പോലെയല്ല ഇപ്പോൾ. വന്ന നല്ല സമയമായതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഫുൾ മഞ്ഞായിപ്പോൾ. സൂര്യനെയൊക്കെ നിങ്ങൾക്ക് കാണാം. മണി 9 ആയിപ്പോൾ. ഇനി അവിടെ യമുന നദിയുണ്ട്. ബാക്കി വീഡിയോസ് നമ്മൾ അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാനുണ്ട്. ഇത് ഒരുപാട് ലോങ് ആയി പോകും. ഇനി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. താജ്മഹലിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയണുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളടുത്ത് സൗത്ത് ഗേറ്റ് വഴിയാണ് പുറത്തിറങ്ങുന്നത്. നമ്മൾ ഈസ്റ്റ് ഗേറ്റ് വഴിയാണ് അകത്ത് വന്നത്. സൗത്ത് ഗേറ്റിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ട് ആൻഡ് ആർട്ടിഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന പോലെയുള്ള താജ്മഹലിൻ്റെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താജ്മഹലിൻ്റെ റിപ്ലിക്കൊക്കെ 100 രൂപയേ ഉള്ളൂ. അവർ പറയുന്നത് ഇത് മാർബിൾ ആണെന്നാണ്, പക്ഷേ ഇത് ആക്ച്വലി മാർബിൾ അല്ല. അതിൻ്റെ ബേസിൽ ഒരു പ്ലേറ്റ് മാത്രമാണ് മാർബിൾ. ബാക്കി നോർമൽ സോപ്പ് സ്റ്റോണിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് വളരെ കട്ടി കുറഞ്ഞു. നിങ്ങളത് അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് എടുത്ത് നിങ്ങളത് ഒടിക്കുകയാണെങ്കിൽ അത് ഒടിഞ്ഞു വരും. അതുപോലെ തന്നെ ചോക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 100 രൂപയ്ക്ക് അതേ കിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ഇത് വാങ്ങുകയാണെങ്കിൽ മാർബിളിൻ്റെ തന്നെ വാങ്ങണം. പിന്നെ ഇതുപോലെ പേട, ആഗ്രാപേടയുടെ പുറകിലൊരു വലിയ കഥയുണ്ട്. ഈ താജ്മഹലിൻ്റെ പണി നടക്കുന്ന സമയത്ത് അവിടുത്തെ പണിക്കാർക്ക് കഴിക്കാൻ കൊടുത്തിരുന്നത് ദാൽ റൊട്ടി എന്ന് പറയുന്നതാണ്. അതായത് ദാലും ചപ്പാത്തിയും പരിപ്പ് കറിയും പോലുള്ള സെറ്റപ്പാണ്. അപ്പോൾ അത് എല്ലാ ദിവസവും ഇത് കഴിച്ച് ആളുകൾ മടുത്തപ്പോൾ ഷാജഹാൻ ചക്രവർത്തിക്ക് തന്നെ തോന്നി എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്ന്. അങ്ങനെയാണ് അദ്ദേഹം ഉസ്താദ് അഫാന്തിയോട് പറഞ്ഞിട്ട് ഒരു മധുര പലഹാരം ഉണ്ടാക്കാൻ പറയുന്നത്. അങ്ങനെ അദ്ദേഹമാണ് കുമ്പളങ്ങയും പഞ്ചസാരയും കുങ്കുമപ്പൂവും ഒക്കെ ചേർത്ത് ഈ ആഗ്രാപേട ഉണ്ടാക്കിയത്. അതാണ് ആഗ്രാപേടയുടെ ചരിത്രം. ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 100ന് പുറത്ത് വെറൈറ്റികൾ നമുക്ക് ആഗ്രാപേട കിട്ടും. അങ്ങനെ ഒരു കടയായിരുന്നു ഇത്. One more we have this one. ये आधा किलो 250 रुपीस. आधा किलो 250 300. This is can't say quality है. क्या भाई? भैया quality. This for 150. क्या? कोई भी आगे रुको. पान पेड़ा. पान पेठा है. हाँ बस. एक दिन का है. पान वाला 300 का, but I give you one in time 250. है? ये चॉकलेट 300 का है भी. कितना रेट? हाफ के जी 500 का. कितना रेट? 300 का, but one in time 250 लगेगा. പേടയൊക്കെ അത്യാവശ്യം ബാർഗൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറച്ച് തരും. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ കയറി. ആലു റൊട്ടിയും പനീർ കറിയുമാണ് പറഞ്ഞത്. അങ്ങനെ ആലു റൊട്ടി എത്തി. വലിയ ടേസ്റ്റൊന്നുമില്ല. പിന്നെ അച്ചാറും ഉണ്ട്, ചപ്പാത്തി അച്ചാർ, പനീർ കറി, പിന്നെ ചീസ് പറാത്ത, അതൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്തത്. ഇതൊക്കെ ഉള്ളൂ ഇവിടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ല ദോശ ഇഡ്ഡലിയും സാമ്പാറൊന്നും കിട്ടില്ല. चीज़ पराठा वन टाइम യൂസ് കപ്പ്. ഒരു തവണ ഇത് യൂസ് ചെയ്യുക, കളയുക, അങ്ങനെയുള്ള കപ്പാണ്.
മാ കപ്പ് വാങ്ങിച്ചോ അമ്മ. ചേച്ചി എങ്ങനെയുണ്ടമ്മ? ഇത് നമ്മളെ ഒരു ആ കപ്പിലിരിക്കുന്ന ഒരു ടേസ്റ്റും ഉണ്ട്, എല്ലാം കൊള്ളാം. മണ്ണിൻ്റെ ടേസ്റ്റ് അല്ലേ? മണ്ണിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. സോപ്പ് സ്റ്റോണിലും അതുപോലെ തന്നെ സാൻഡ് സ്റ്റോണിലൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് മാർബിളാണെന്ന് പറഞ്ഞ് വിൽക്കും. പക്ഷേ അത് ശരിക്കും മാർബിളല്ല. മാർബിളാണെങ്കിൽ നമ്മൾ വളരെ വളരെ സൂക്ഷിച്ച് നോക്കി വേണം വാങ്ങാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ അതിൽ കുറച്ച് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. താജ്മഹലിൻ്റെ റെപ്ലിക്ക 1-2 വാങ്ങി. മറ്റേ ഓട്ടോയിൽ കയറി വരുന്നുണ്ട്. ആഗ്രയിൽ നിന്ന് എപ്പോഴും കിട്ടും ഇത്. ആഗ്ര ഫോർട്ടിലോട്ട് 90 രൂപ ഉള്ളൂ. ഓക്കെയാണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് അകത്തുനിന്ന് കിട്ടും. ഊബർ വിളിക്കാനാണെങ്കിൽ നമ്മൾ പുറത്ത് വരെ നടക്കണം. അച്ഛനും അമ്മയ്ക്കും നല്ല ഹെവി ബാഗ് കൂടെയൊക്കെ ആയതുകൊണ്ട് പോകാൻ നല്ല പാട്. അതുകൊണ്ടാണ് ഇവിടുന്ന് തന്നെ ഇത് വിളിച്ചത്. ഇപ്പോൾ